ഈ മച്ചന്മാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ കാളവണ്ടി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് മിക്കവാറും നാളെയോ മറ്റന്നാളത്തേനകം ഇതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഈ കാളവണ്ടിയിൽ. അപ്പോൾ ഈ ലിങ്ക് വെച്ചിട്ടാണ് നമ്മുടെ ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്കും കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും നമുക്ക് ആർജിഎസ് മെനുവിൻ്റെ അത് വെച്ചായിരിക്കും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഈ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നിടം വരെ നമുക്ക് ആർജിഎസ് മെനുവിൻ്റെ അകത്താണ് എല്ലാ പരിപാടിയും കാര്യങ്ങളും. കാരണം ഡെവലപ്പർ ഓൾറെഡി നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരുന്നത് ഇപ്പം ആർജിഎസ് മെനു വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റിലേക്കായിരിക്കും നമ്മുടെ പ്ലഗിൻ ആപ്പിൻ്റെ അകത്തോട്ടും അതുപോലെ തന്നെ വേറെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ പുതിയ ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരത്തുള്ളൂ. ഡെവലപ്പർ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മന്ത് കഴിയുന്നിടം വരെ നെക്സ്റ്റ് അപ്ഡേറ്റ് എപ്പോഴാണ് വരുന്നത് ആ അപ്ഡേറ്റ് വരുന്നിടം വരെ നമുക്ക് ആർജിഎസ് മെനു കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ തന്നെയായിരിക്കും പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പം നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നിടം വരെ അതുപോലെ തന്നെ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും പുതിയ ഫീച്ചർ കാര്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ പുതിയ ഐറ്റംസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് കിട്ടിയൊരു ഐറ്റംസ് കാര്യങ്ങളാണ് നമ്മുടെ കാളവണ്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ കാളവണ്ടിയുടെ ഷേപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നതാണ്. അപ്പോൾ ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗെയിമിലേക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. എന്തായാലും നമ്മളിത് കൊണ്ടുവരാതിരിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കാണിക്കുന്ന സാധനങ്ങളെല്ലാം മിക്കുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ എല്ലാ റീസണും കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അത് എന്താണെന്നും കൂടെ പറഞ്ഞ് മെൻഷൻ ചെയ്തും കൂടെ ഒന്ന് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. കുറേ പേര് പറഞ്ഞ് ആർജിഎസ് മെനു കളയില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ആർജിഎസ് മെനു വേണ്ടാന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ തീരുമാനം കൂടി നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആർജിഎസ് മെനു കാര്യങ്ങളൊക്കെ വേണോ വേണ്ടയോ എന്ന്. അതനുസരിച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് ആർജിഎസ് മെനുവിൻ്റെ അകത്തും കൂടെ പരിപാടിയും കൂടെ കൊണ്ടുവരാൻ പറ്റുമോ ഇത് നമുക്ക് ഡെവലപ്പറിനോട് കൺഫേം ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ അഭിപ്രായം അറിയാതെ ഒന്നും ചോദിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ് ഞാനിപ്പം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളൊരു കമൻസും കാര്യങ്ങളൊക്കെ ഇടേണ്ടതാണ് നിങ്ങൾക്ക് ആർജിഎസ് മെനു കാര്യങ്ങളൊക്കെ വേണോ വേണ്ടയോ എന്ന്. അപ്പോൾ എന്തായാലും പ്ലഗിൻ ആപ്പിൻ്റെ അകത്തോട്ട് നമുക്ക് കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ കാളവണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ആർജിഎസ് മെനുവിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് കമൻസ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. ലിങ്ക് വേണം എന്ന് പറഞ്ഞാൽ കമൻറ്റ് വേണമെങ്കിൽ നമ്മൾ ഈ വരുന്ന അപ്ഡേറ്റ്സിൽ വരുന്ന വീഡിയോസിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ആഡ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റിക്കറിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്കാണ് ഈ കിട്ടിയെന്ന് പറയുന്നുണ്ട്, കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിട്ടാത്തൊരു ലിങ്കും കാര്യങ്ങളും ചിലപ്പം അവർ ഡൗൺലോഡ് ചെയ്യാനാണ് എല്ലാവരും ചാൻസ് ഉള്ളത്. ഡൗൺലോഡ് ചെയ്താൽ ഒന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ശ്രദ്ധിച്ചായിരുന്നു. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ വാട്സപ്പ് ചാനൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ എൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവരാണ് ഇപ്പം വീഡിയോ കാണുന്ന ഒരു പകുതി മുക്കാൽ പേരും. അപ്പോൾ വീഡിയോയിൽ 99% ആൾക്കാരും വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ, യൂട്യൂബിൽ മാത്രം. അതല്ല വാട്സപ്പ് ചാനൽ ആരും ജോയിൻ ചെയ്തിട്ടില്ലെന്നറിയാം. അപ്പം അതിൽ 1% ആൾക്കാർ മാത്രം ഇപ്പം വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട് പ്രോപ്പറായിട്ട്. കിട്ടാത്തവരെല്ലാവരും എൻ്റെ വാട്സപ്പ് ചാനലിലോട്ട് വരേണ്ടതാണ്. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അവിടെ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഫോട്ടോ ലീക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം വാട്സപ്പ് ചാനലായിരിക്കും അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതെന്താണെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്യൂബ് ചാനലായിരിക്കും പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് ലീക്സും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്നൊക്കെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി. വാട്സപ്പ് ചാനൽ ഞാൻ ക്ലിയർ ആയിട്ട് ഓരോരുത്തരുടെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. അതിനനുസരിച്ച് ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാട്സപ്പ് ചാനലായിരിക്കും ആദ്യം ഇടുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ ഇതിനകത്തൊരു വാട്സപ്പ് ചാനലിനകത്ത് ഇട്ടിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് പോൾസും കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടി ഈ വീഡിയോ ഒന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്കല്ല ഈ വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ ഇനി കാളവണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇനി കാളവണ്ടി വേണ്ട എന്നുള്ളവരും കൂടെ ഉണ്ടെങ്കിൽ അവരോടും കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കേണ്ടതാണ്. കുറേ പേർക്ക് പ്ലെയിനും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. പ്ലെയിനും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു ചെക്ക് പോയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു
മാർഗ്ഗം കാര്യങ്ങളൊക്കെ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത്. ആ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഇതുവരെ വർക്കാവാത്തവരാണെങ്കിൽ ഞാനത് എങ്ങനെയാണ് വേണമെന്നൊക്കെയുള്ളൊരു ആ ഗ്ലിച്ചും കാര്യങ്ങളും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതിനൊരു വീഡിയോ കാര്യങ്ങളൊക്കെ പ്രത്യേക ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനുള്ള പ്രത്യേക വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും നാളും ഈ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിപ്പ് കോഡും കാര്യങ്ങളൊക്കെ എല്ലാമായിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതുകൂടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ അതിനെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ വന്നേക്കുന്ന ചിപ്പ് കോഡും കാര്യങ്ങളും എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പം എൻറ്റയർലി ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതും അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ കാളവണ്ടിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും.